السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا മുഹമ്മദ്. പരിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമ 40 ആയത്തുകളുള്ള പ്രസ്തുത സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച മുറ പോലെ ചെയ്യാനും വെടിയാൻ കൽപ്പിച്ച കാര്യങ്ങൾ വെടിഞ്ഞു ജീവിക്കാനും യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായി മരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമഹ് വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമഹ്. ആദ്യ 2 വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ്. ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അതായത് ഖിയാമത്ത് ദിവസത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് കാര്യമായ ഒരു കാര്യം പറയാൻ പോകുന്നു. ശ്രദ്ധിക്കാം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്തിൻ്റെ ദിനം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ സത്യം ചെയ്തു പറയുന്നു. നമുക്കൊക്കെ അറിയാം, മനുഷ്യൻ മരിച്ച് അവനെ മറമാടിക്കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിചാരണ നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഖബറിൽ നിന്നും സൂറെന്ന കാഹളത്തിൽ 2ാമത്തെ ഊത്ത് ഊതുമ്പോൾ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്ന ദിവസത്തെക്കുറിച്ചാണ് ഖിയാമത്ത്, യൗമുൽ ഖിയാമ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വിശ്വാസികളും അല്ലാത്തവരും അള്ളാഹുവിൻ്റെ പടപ്പുകളായിട്ടുള്ള മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്ന പുനരുദ്ധാന ദിനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന ആത്മാവിനെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ സത്യം ചെയ്യുന്നു. അതായത് ഇവിടെ പറയാൻ പോകുന്ന സത്യം എന്തിനെക്കുറിച്ചാണ്? അതായത് നാം എല്ലാവരും പുനരുദ്ധാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ച 2 കാര്യങ്ങൾ, ഒന്ന് യൗമുൽ ഖിയാമയാണ്, ഒന്ന് നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന ആത്മാവ്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് ഈ ലവ്വാമ എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ലവ്വാമ എന്ന് പറയുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസിയുടെ ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. നന്മകൾ വളരെയധികം കുറഞ്ഞതിൻ്റെ പേരിലും അതേപോലെ തന്നെ തിന്മകൾ വർദ്ധിച്ചതിൻ്റെ പേരിലും തന്നെ നമ്മെ തന്നെ ആക്ഷേപിക്കുന്ന ഒരു ശൈലി ഉണ്ടാവാറുണ്ടല്ലോ. അതാണ് യഥാർത്ഥ വിശ്വാസികൾ. പലപ്പോഴും നമ്മൾ ഖേദം പ്രകടിപ്പിക്കാറുണ്ടല്ലോ. അപ്പം തെറ്റുകൾക്ക് നിരന്തരം പ്രചോദനം നൽകുക എന്നതായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആദ്യത്തെ അവസ്ഥ. അതിനാണ് വിശ്വാസികളും അതേപോലെ തന്നെ സൂഫികളും അമ്മാറ, നഫ്സുൽ അമ്മാറ എന്ന് ഖുർആൻ തന്നെ പ്രയോഗിച്ചെടുത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് വല്ലാതെ ഏത് സമയവും തിന്മകളിൽ മുഴുകി ജീവിക്കാൻ എന്നതാണ് ആ അവസ്ഥയുടെ രൂപം. എന്നാൽ അതിനോട് പടപൊരുതി നന്നാവുമ്പോഴാണ് നമ്മുടെ നഫ്സിനെ നഫ്സുൽ ലവ്വാമയിലേക്ക് എത്തിക്കാൻ, അതായത് ആക്ഷേപിക്കുന്ന ആത്മാവ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ആ ആത്മവിമർശനത്തിലൂടെ മനുഷ്യൻ ഘട്ടം ഘട്ടമായി പരിണമിച്ച് നന്മയിലേക്കും ധർമ്മനിഷ്ഠമായിട്ടുള്ള ജീവിത ക്രമത്തിലേക്കും അവൻ മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറുമ്പോഴാണ് അവൻ്റെ ആത്മാവിനെ സത്യനിഷേധത്തിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനും കൃത്യപ്പെടുത്താനും സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള തിന്മകളിലും അതേപോലെ തന്നെ ചെയ്യാൻ കഴിയാതെ പോയ നന്മകളിലുമുള്ള നമ്മുടെ മനസ്സിൻ്റെ ആക്ഷേപം അല്ലെങ്കിൽ ആ മനസ്സിലുള്ള വിഷാദം, അതിനെക്കുറിച്ചാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. അതായത് നാം ചെയ്തത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ, അതാണ് വിശ്വാസികൾക്ക് ഉണ്ടാവുക. അതിനെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ നഫ്സുൽ ലവ്വാമ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ പറഞ്ഞ നഫ്സുൽ ലവ്വാമ കൊണ്ടുള്ള ഉദ്ദേശം സത്യനിഷേധികളായിട്ടുള്ള ആളുകളെക്കുറിച്ചാണ് എന്നും കാണാം. ഖുർആനിൻ്റെ വൈവിധ്യമായ വ്യാഖ്യാനങ്ങളുടെ സൗന്ദര്യമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതായത് മനുഷ്യൻ തെറ്റുകൾ ചെയ്തു കൂട്ടി അങ്ങനെ അള്ളാഹു എന്ന് പറയുന്ന ഈ ഏകമത വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ ഈ മതത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ ഖിയാമത്ത് നാളിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഖേദിച്ച് സ്വന്തം ജീവിതത്തെ, സ്വന്തം നഫ്സിനെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നഫ്സുൽ ലവ്വാമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം നഫ്സുൽ ലവ്വാമ എന്നതുകൊണ്ട് 2 വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത് മറ്റൊന്ന് പറയുന്നത് ഇതൊന്നുമല്ല,
നേരത്തെ പറഞ്ഞ വിശ്വാസികൾ, അതായത് തെറ്റുകൾ സംഭവിച്ചു പോയ വിശ്വാസികൾ ഉണ്ടാകുന്ന ആത്മസംഘർഷവും, അതേപോലെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എത്ര വലിയ നല്ലവനാണെങ്കിലും പരലോകത്തെത്തുമ്പോൾ വിശ്വാസിയല്ലാത്ത സത്യനിഷേധികൾക്കുണ്ടാകുന്ന ആ ഒരു വിമർശന സ്വഭാവത്തെയാണ് ഖുർആൻ ഇവിടെ വരച്ചു കാട്ടുന്നതെന്ന് അയിമ്മത്തുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ നഫ്സിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത് പരിശുദ്ധ ഖുർആനും ദീനുൽ ഇസ്ലാമും പഠിപ്പിക്കുന്നത് പ്രകാരം ഈ ലോകത്ത് മനുഷ്യനെ ജീവിപ്പിച്ച റബ്ബ് മനുഷ്യനെ മരിപ്പിക്കുമെന്നും അങ്ങനെ അവന് ഒരു പുനർജന്മമുണ്ടെന്നുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നഫ്സിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണെന്ന് ഖുർത്തുബി ഇമാമിനെ പോലെയുള്ളവർ വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, എന്തിനാണ് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്യാൻ നഫ്സുൽ ലവ്വാമയെയും യൗമുൽ ഖിയാമയെയും ഉപയോഗിച്ചത്? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്, ഖിയാമത്ത് നാളിലാണ് ഓരോ വിശ്വാസിയുടെയും വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ ഖിയാമത്ത് നാളിനും നഫ്സുൽ ലവ്വാമക്കും തമ്മിൽ പരസ്പരം വളരെ വലിയ ബന്ധമുണ്ട്. ഏത് നഫ്സാണ് നഫ്സുൽ ലവ്വാമ, അതേപോലെ തന്നെ നഫ്സുൽ അമ്മാറ പരാജിതരാകുന്ന നഫ്സ്, അതേപോലെ തന്നെ ആ സത്യവിശ്വാസിയുടെ വിജയവും സത്യനിഷേധിയുടെ പരാജയവും കൃത്യമായി ബോധ്യപ്പെടുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് പറഞ്ഞതെന്ന് കാണാം. മൂന്നാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമഹ് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനഹ് ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹ് يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر. നോക്കാം, ഇവിടെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അയഹ്സബുൽ ഇൻസാൻ, അവൻ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പടപ്പാകുന്ന ഈ ഭൂലോകത്ത് അഹന്തയും കിബറുമായി നടക്കുന്നവൻ വിചാരിക്കുന്നുണ്ടോ? അല്ലൻ നജ്മഅ ഇളാമ, മരണപ്പെട്ട മനുഷ്യനെ കുഴിച്ചു മൂടി മണ്ണിലാക്കി വർഷങ്ങളോളം കഴിഞ്ഞിട്ടും ദ്രവിച്ചു പോയ ശേഷം ആ മനുഷ്യൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവില്ലാത്തവനാണെന്ന് ഞാനെന്ന് അവൻ എന്നെക്കുറിച്ച് ധാരണയുണ്ടോ? അതായത് ഖിയാമത്ത് നാളോ പുനരുദ്ധാന നാളോ അങ്ങനെ പുനർജന്മമോ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. ഈ ആയത്ത് അദീ ഇബ്നു റബിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ചോദ്യത്തെ തുടർന്ന് അവതരിക്കപ്പെട്ടതാണെന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മരണപ്പെട്ടു പോയ മനുഷ്യൻ എങ്ങനെയാണ് പുനർജന്മം ഉണ്ടാവുക, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക, അതെങ്ങനെയാണ് ഉണ്ടാവുക തുടങ്ങി അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവന് വിശദമായിട്ടുള്ള മറുപടി കൊടുത്തു. അപ്പോൾ ദ്രവിച്ച എല്ലുകൾക്ക് പുനർജന്മമോ അതൊരിക്കലും നടക്കില്ല എന്ന നിലക്ക് അവൻ പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നും, അതല്ല അബൂജഹൽ ലാനത്തുല്ലാഹി അലൈഹി പുനർജന്മത്തെ നിഷേധിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നും ഖുർത്തുബി ഇമാം പറയുന്നതായിട്ട് കാണാം. ഒരാളുടെ മേലിലാണ് പ്രസ്തുത ആയത്ത് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും ഈ ഒരു വിഷയം ദീൻ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് സത്യമിട്ട് പറഞ്ഞ അല്ലെങ്കിൽ അള്ളാഹു സത്യം ചെയ്തു പറയുന്ന ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന സർവർക്കും ബാധകമാണെന്നാണ് മുഫസ്സിറുകളും അയിമത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നാലാമത്തെ വചനം. അവൻ്റെ കൈവിരലിൻ്റെ തലപ്പുകൾ, ബനാന എന്ന് പറഞ്ഞാൽ വിരലിൻ്റെ തലപ്പ്, എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിൻറ്റുകൾ, അതുപോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖാദിരീൻ, കഴിവുള്ളവനാണ്. അൻ നുസവ്വിയ ബനാന, മനുഷ്യനെ അള്ളാഹു പുനർജനിപ്പിക്കൽ മാത്രമല്ല, അങ്ങനെ പുനർജനിപ്പിക്കുമ്പം അവൻ്റെ വിരൽ തലപ്പ് പോലും നേരത്തെ ഉണ്ടായിരുന്നത് ഏതുപോലെയാണോ അതുപോലെ തന്നെ അവനെ പുനർജന്മം അള്ളാഹു സാധ്യമാക്കും. അതായത് ചെറിയത് വലിയത് അല്ലെങ്കിൽ വലിയ എല്ല് ചെറിയ എല്ല് ചെറിയ അവയവം എന്ന വ്യത്യാസമില്ലാതെ എല്ലാം അള്ളാഹുവിന് കഴിയും എന്നാണ് ഇവിടെ മനുഷ്യനോട് അള്ളാഹു ഉണർത്തി തരുന്നത്. എന്നാൽ ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, പക്ഷേ മനുഷ്യൻ
തൻ്റെ ഭാവിയിലും നിഷേധം തുടരുവാനാണ് ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നത്. യുരീദുൽ ഇൻസാനു ലീഫ് ജുറ, നിഷേധിച്ചുകൊണ്ട് ജീവിക്കാനാണ്. അതായത് സത്യനിഷേധി ഭാവിയിൽ വരാനിരിക്കുന്ന പുനർജന്മം, അതേപോലെ തന്നെ വിചാരണ ദിവസം, യൗമുൽ ഖിയാമ, അതേപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഹിസാബ്, മഹ്ശറ എന്നിവയൊക്കെ നിഷേധിക്കുകയും അതുകൊണ്ട് തന്നെ തോന്നിവാസങ്ങളും താന്തോന്നിത്തരവുമായിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അവസാനം അവൻ സ്വമേധയാ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. എന്നല്ല, മനുഷ്യന് തിന്മകൾ ചെയ്യുമ്പോൾ പശ്ചാത്താപം, തൗബയുടെ കവാടങ്ങൾ അള്ളാഹു മനുഷ്യന് തുറന്നു നൽകിയിട്ടുണ്ട്. എന്നാൽ തിന്മകൾ ചെയ്ത മനുഷ്യൻ്റെ ഉള്ളിൽ തൗബ ചെയ്യണം എന്ന ബോധമുണ്ടെങ്കിൽ പോലും പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീട്ടിവെക്കുന്ന ആളുകളെക്കുറിച്ചാണ് പ്രസ്തുത ആയത്തെന്നും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ഖുർആൻ നമ്മളോട് പറയുന്നത്. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, എന്നാണ് ഖിയാമത്ത് നാളെന്ന് അവർ ചോദിക്കുന്നത് പരിഹസിക്കുക എന്ന രീതിയിലാണ്. എന്നാണ് നിങ്ങൾ പറയുന്ന ഖിയാമത്ത്, എന്താ നടക്കാത്തത്? അങ്ങനെയൊന്ന് നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഈ നിഷേധത്തിൻ്റെ ചോദ്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സത്യനിഷേധികൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകരമാകുന്ന അവസ്ഥയെയാണ് ഇനി ഖുർആൻ നമ്മളോട് വരച്ചു കാണിക്കുന്നത്. ഫഇദാ ബരിഖൽ ബസർ, കണ്ണുകൾ അന്താളിച്ച് ആശ്ചര്യത്തോടുകൂടെ അന്താളിച്ച് പോകുമ്പോൾ, വഖസഫൽ ഖമർ, ഈ ചന്ദ്രപ്രകാശം അത് കെട്ടുപോകുമ്പോൾ, വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. മനുഷ്യൻ്റെ കണ്ണ് അന്താളിക്കുന്ന 3 സമയങ്ങൾ മുഫസ്സിറുകൾ പ്രത്യേകം പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരിക്കുന്ന സമയത്ത് ആ മലക്കുൽ മൗത്ത് അസ്രായിലിനെ കാണുമ്പോൾ മനുഷ്യനൊന്ന് പേടിക്കും, ഭയക്കും. അതേപോലെ ഖബറിൽ നിന്നും മനുഷ്യനെ പുനരുദ്ധാന നാളിൽ പുനർജന്മം നൽകുന്ന സമയത്തും അവൻ അന്താളിച്ചു പോകും. അവസാനമായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ട മനുഷ്യൻ അത് കാണുമ്പോഴും അന്താളിച്ചു പോകുമെന്ന് മുഫസ്സിറുകൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ചന്ദ്രൻ്റെ പ്രകാശം കെട്ടുപോകും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ചന്ദ്രൻ്റെ പ്രകാശം ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോൾ കെട്ടുപോകുമെന്നും അങ്ങനെ ചന്ദ്രനെ തന്നെ കാണാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉദ്ദേശമെന്ന് റാസി ഇമാം വിശദീകരിച്ച് പറയുന്നുണ്ട്. വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന ഈ ആയത്തിൻ്റെ ഉദ്ദേശ്യം ചന്ദ്രനെ പോലെ സൂര്യൻ്റെയും പ്രകാശം ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടാകും. സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ച് കൂട്ടി ആളുകളോട് അന്ത്യനാളിൽ ശക്തമായ ചൂട് കാരണം ജനം വിയർപ്പിൽ മുങ്ങുമെന്നും ഇവിടെ വ്യാഖ്യാനം പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ വിശദീകരിച്ച് തരികയാണ്. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, എവിടേക്കാണ് മഫർ, രക്ഷപ്പെടേണ്ടത് എന്ന് അന്നത്തെ ദിവസം മനുഷ്യർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഒരാൾക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതായത് ചെയ്ത തിന്മകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് അവൻ്റെ സാമീപ്യനാകുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജയോർത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ എവിടെയാണ് വഴി, ജഹന്നമിൽ നിന്നും നരകത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിക്കുമെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ നമ്മളോട് പറയുന്നത്. ഇനി ആരാണിത് ചോദിക്കുന്നത്? അതിൽ അവിശ്വാസിയാണ് ഇങ്ങനെ ചോദിക്കുക. കാരണം അവനാണ് അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് സന്തോഷമാണെന്നും അവർ ഈ ദിവസങ്ങളിലൊന്നും ഭയപ്പെടേണ്ടവരല്ലെന്നും ഭയപ്പെടില്ലെന്നും നമുക്ക് കാണാൻ സാധിക്കും. കല്ലാ ലാ വസർ, അതേ, ഭൂമിയിൽ എന്തെങ്കിലും ഭയപ്പെട്ടാൽ പർവ്വതത്തിലോ മറ്റോ അഭയം തേടാറുള്ളത് പോലെ അള്ളാഹു ഈ ഖിയാമത്ത് നാൾ നമുക്ക് നൽകുമ്പം നമുക്ക് നരകത്തിൽ നിന്നോ ശിക്ഷയിൽ നിന്നോ അഭയം തേടിപ്പോകാൻ ഒരു സ്ഥലവും ഉണ്ടാവില്ല എന്നതിനെക്കുറിച്ച് പറയാം. ലാ വസർ, ഒരു അഭയസ്ഥലവും ഇല്ല. അന്ന് പിടിക്കപ്പെടേണ്ടവരെല്ലാം പിടിക്കപ്പെടും. ശിക്ഷിക്കപ്പെടേണ്ട മുഴുവൻ ആളുകൾക്കും ശിക്ഷ ലഭിക്കപ്പെടും. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, അന്നത്തെ ദിവസം പിന്നെ ഇലാ റബ്ബിക, നിൻ്റെ റബ്ബിലേക്കാണ് യൗമഇദിൻ, ആ ഖിയാമത്തിൻ്റെ ദിവസം ചെന്നടങ്ങുക. അള്ളാഹുവിൻ്റെ വിചാരണക്കായി എല്ലാവരും അവിടെ എത്തിപ്പെട്ടേ പറ്റൂ എന്നാണ് ഖുർആൻ്റെ വാക്യം. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, 13-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും
അതേപോലെ തന്നെ ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് മാറ്റിവെച്ച നന്മകളും ചെയ്ത തെറ്റുകളും സർവ്വതിനെയും കുറിച്ച് അന്നത്തെ ദിവസം അവന് വിവരിക്കപ്പെടും. ലാ യുവാദിറു സഗീറത്തൻ വലാ കബീറത്തൻ എന്ന് മനുഷ്യന് നൽകുന്ന ഏടിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളെയും തൂക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ ഖിയാമത്തിൻ്റെ ദിവസം. അതുകൊണ്ട് തന്നെ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, മനുഷ്യനെതിരിൽ തെളിവാകുന്ന ഒരു സന്ദർഭമാണ് ഇത്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ നഫ്സിനെതിരിൽ തന്നെ തെളിവാകും. അഥവാ ഓരോ മനുഷ്യൻ്റെയും അവയവങ്ങൾ തന്നെ അവൻ്റെ എതിരിൽ സാക്ഷിയാവുന്നതാണ്. വായകൾക്ക് അന്ന് സംസാരിക്കാനുള്ള ശേഷിയുണ്ടാവുകയില്ല. മറിച്ച് സൂറത്തുൽ യാസീനിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായയിൽ അവിടെ സീൽ ചെയ്യപ്പെടും, ക്ലോസ് ചെയ്യപ്പെടും. വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, കൈകാലുകൾ സംസാരിക്കുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 15-ാമത്തെ വചനം വലൗ അൽഖാ മആദീറ, അവിടെ അള്ളാഹുവിൻ്റെ ഈ വലിയ വിചാരണക്ക് മുമ്പിൽ മനുഷ്യൻ അവൻ്റെ ഒഴിവ് കഴിവുകൾ, കാരണങ്ങൾ അവൻ എത്ര തന്നെ ബോധിപ്പിച്ചാലും ശരി, അവൻ താൻ ചെയ്ത തെറ്റുകൾ നിഷേധിക്കാനായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അവൻ എത്ര കാരണങ്ങൾ ബോധിപ്പിച്ചാലും അതിന് അവൻ്റെ അവയവങ്ങൾ തന്നെ അവനെ തള്ളിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ആ ഒരു സന്ദർഭത്തിൽ നമ്മെ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മളെ നിസാരനാക്കപ്പെടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ജീവിക്കരുത്. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈകാലുകൾ സാക്ഷി പറയുമ്പം അതിനെതിരെ എന്ത് തെളിവുകൾ അവൻ പറഞ്ഞാലും ശരി, അതൊന്നും അന്ന് സ്വീകരിക്കപ്പെടുകയില്ല. നീതിന്യായ കോടതിയുടെ യഥാർത്ഥ രൂപമാണ് പരലോകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് സത്യനിഷേധികൾ അവർ ചെയ്ത ശിർക്ക് പോലും നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഖുർആൻ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ ആരെന്ത് എന്ത് കാരണങ്ങൾ, എന്ത് എക്സ്ക്യൂസ് പറയാൻ ശ്രമിച്ചാലും അതിനൊന്നും അന്ന് അവിടെ അർത്ഥമുണ്ടാവുകയില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ഇവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പറയുന്നത്. നബിയെ ലാ തുഹർരിക്, നിങ്ങൾ നാവിനെ ചലിപ്പിക്കേണ്ട, ബിഹി ലിസാനക ലിതഅജല ബിഹി, ഖുർആൻ ധൃതിപ്പെട്ട് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ നിങ്ങൾ പെട്ടെന്ന് നാവിനെ ചലിപ്പിച്ചുകൊണ്ട് ഓതേണ്ടതില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആനുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങിയ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിക്കുമ്പോൾ വഹി അവസാനിക്കുന്നതിന് മുമ്പ്, അതായത് ജിബ്രീലിൻ്റെ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ധൃതിപ്പെട്ട് റസൂൽ ഓതുവാൻ ശ്രമിക്കും. അതായത് ഒരു വാക്ക് പോലും മറന്നു പോകാമോ അല്ലെങ്കിൽ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റസൂലുള്ള ഉടനെയായിട്ട് അത് തുടർച്ചയായിട്ട് പിന്നീട് തൊട്ടുടനെ പാരായണം മനഃപ്പാടമാക്കാൻ വേണ്ടി പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത നൽകുകയാണ്. ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹ്, കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ അത് ഒരുമിച്ച് കൂട്ടുക എന്നത് നമ്മുടെ ബാധ്യത തന്നെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഓതി നൽകുക എന്നുള്ളതും അത് നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി നൽകുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ ഖുർആൻ പൂർണ്ണമായിട്ടും ജംഅ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. 23 വർഷക്കാലം കൊണ്ട് അവതരിച്ച ഖുർആനിൽ നിന്ന് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് നമുക്ക് ഖുർആനിലൂടെ അള്ളാഹു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, വാഗ്ദത്ത ലംഘനം ചെയ്യാത്ത റബ്ബ് അതും പൂർത്തിയാക്കി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ജംഇൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ ഹിഫ്ള് മനഃപ്പാടമാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം പരിശുദ്ധ ഖുർആൻ മുഴുവനായി ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നും കേൾക്കുമ്പോൾ തന്നെ ഹൃദിസ്ഥമാക്കാനുള്ള ഒരു ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹ്, അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നാം ഓതി തന്നാൽ ഫത്തബിഅ ഖുർആന, ആ ഓത്തിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക, അതായത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് അതിനെ പിന്തുടർന്ന് ഓതുക എന്നാണ് നിർദ്ദേശം.
ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയതിന് മുമ്പും ശേഷവും വലിയ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോയ ശേഷം അള്ളാഹു വാഗ്ദാനം ചെയ്ത പോലെ അവിടുന്ന് ഓതി കേൾപ്പിക്കുകയും ചെയ്യുന്ന രീതി ഇതായിരുന്നു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫത്തബി ഖുർആന എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഓത്ത് പിൻപറ്റുക എന്നാൽ അതിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, ഖുർആനിൻ്റെ ആജ്ഞകൾ അത് പിന്തുടരുക എന്നതാണെന്ന് അർത്ഥമുണ്ട്. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നീട് അത് വിശദീകരിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ വിശദീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഖുർആനിലുള്ള ശിക്ഷകൾ, വിധിവിലക്കുകൾ, ഹലാൽ ഹറാമുകൾ, അതേപോലെ തന്നെ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, സുവിശേഷങ്ങൾ തുടങ്ങിയ സർവ്വകാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരാശിക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് എന്നാണ്. അത് ഖുർആൻ ചിലത് ഖുർആനിൽ തന്നെ വിശദീകരിച്ച് പറയും, ചിലത് ഖുർആനിൽ അവ്യക്തമായി പറഞ്ഞത് മറ്റു സ്ഥലങ്ങളിൽ, മറ്റു സൂറകളിൽ, മറ്റ് ആയത്തുകളിൽ വിശദീകരിച്ചു പറയും. ഇതേ പ്രകാരം മറ്റ് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിലൂടെ അള്ളാഹു വിശദീകരണം കൊടുക്കും. ഇങ്ങനെ മനുഷ്യന് വിശദീകരണമില്ലാത്ത ഗ്രന്ഥമല്ല ഖുർആൻ, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കേണ്ടതെല്ലാം മനുഷ്യന് വിശദീകരിച്ച് നൽകി അങ്ങനെ കൃത്യപ്പെടുത്തിയ ഗ്രന്ഥമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 20-ാമത്തെ വചനം, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. അതായത് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്ന ആളുകളെയും കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞല്ലോ. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ചില ഉപദേശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതായത് സത്യനിഷേധികൾക്ക് അപകടം പിണയാനുണ്ടായ ഒരു കാരണമാണ് അവർ ഈ ദുനിയാവിൽ, ഈ ഐഹിക ജീവിതത്തിൽ പ്രാമുഖ്യം നൽകി, അവർ ഈ ദുനിയാവിന് മുൻഗണന നൽകി. അത് കാരണം അവർ ആഖിറത്തിനെ മറന്നുപോയി. അതിലൂടെ അവർക്ക് ആഖിറം, പരലോക വിജയം നഷ്ടപ്പെട്ട്, ചുരുക്കി പറഞ്ഞാൽ അശ്രദ്ധവാന്മാരായി ഈ ദുന്യാവിനെ, ഐഹിക ജീവിതത്തെ തുഹിബ്ബൂൻ, ഇഷ്ടപ്പെട്ട ആളുകളായി മാറി. വതദറൂനൽ ആഖിറ, പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു. വുജൂഹി യൗമഇദിൻ നാദിറ, അതുകൊണ്ട് തന്നെ ആ ദിവസം ഖിയാമത്ത് നാളിൻ്റെ വിചാരണ നാളിൽ ചില മുഖങ്ങൾ പ്രസന്നവതരായിക്കൊണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക. സത്യവിശ്വാസികളുടെ മുഖം പ്രസന്നമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് നമുക്ക് വിശ്വാസികൾക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു അതിനുശേഷം നൽകുന്ന സുഖലോലുപതകൾ, അനുഗ്രഹങ്ങൾ, സ്വർഗീയ സുഖങ്ങൾ ഓർത്തുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും എന്നാണ് ഈ വചനത്തിൻ്റെ ഉദ്ദേശം. ഇലാ റബ്ബിഹാ നാദിറ, അന്ന് അവരുടെ രക്ഷിതാവിനെ അവർ നോക്കിക്കാണുന്നവരായിരിക്കും. അള്ളാഹുവിൻ്റെ നളിർ അതാഗ്രഹിച്ചു കൊണ്ടാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷവും അതാവണം. അതാണ് വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, അള്ളാഹുവിൻ്റെ ലിഖാ, ആ കാണൽ, അതിൻ്റെ അനുഭൂതി പറയാൻ കഴിയില്ല. കാരണം ഭൂമിയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്താൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞു എന്നാണ് മൂസാ നബിയുടെ ചരിത്രമെങ്കിൽ അള്ളാഹുവിനെ കാണുന്നതിൻ്റെ ആ ഒരു സുഖം അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാം. കാരണം മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കേൾക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. കേവലം ചെവി കൊണ്ടോ കണ്ണുകൊണ്ടോ അല്ല, മറിച്ച് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കേൾക്കുമ്പോൾ അവിടുത്തെ ഇന്ദ്രിയങ്ങൾ മുഴുവനും അതിനെ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ തിക്കും തിരക്കുമില്ലാതെ അള്ളാഹുവിനെ കാണാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ ഇവിടെ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല, ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരവുള്ളവർ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞവരായിരിക്കുമെന്ന്. അപ്പം അത്രത്തോളം അള്ളാഹുവിനെ കാണാൻ അവിടുന്ന് ഭാഗ്യമുണ്ടാകും. എന്നിട്ട് ഈ ഒരു കാര്യം പറയുകയും മുകളിൽ പറഞ്ഞ വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ഈ 2 ആയത്തുകൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നെന്നും ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. വവുജൂഹു യൗമഇദിൻ ബാസിറ, എന്നാൽ അന്ന് മറ്റ് ചില മുഖങ്ങൾ ചുളുങ്ങിയവരായിരിക്കും, ബാസിറത്തായിരിക്കും. അതായത് ശിക്ഷയെ പേടിച്ചുകൊണ്ട് അവരുടെ മുഖം ചുളുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. തദുന്നു അൻ യുഫഅല ബിഹാ ഫാഖിറ,
അതായത് തദുന്നു അൻ യുഫ്അല ബിഹാ, അതുകൊണ്ട് തന്നെ അവരുടെ ശരീരങ്ങളെ കുറിച്ച് അവർ ആകപ്പാടെ ടെൻഷനിലായിരിക്കും, ദുഃഖത്തിലായിരിക്കും. അതായത് ബിഹഫാക്കിറ, വല്ല ആപത്തുകളും അപകടങ്ങളും ഉണ്ടാകുമോ അല്ലെങ്കിൽ അവർ കേൾക്കുമോ എന്ന് അവർ ഉറപ്പായും ധരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ശിക്ഷ ലഭിക്കുമെന്നുള്ള അറിവ് ലഭിച്ച നിഷേധികൾക്ക് ഖിയാമത്ത് നാളിൽ ഇത് സംഭവിക്കുമ്പം, ശിക്ഷയെക്കുറിച്ച് ബോധം വരുമ്പം അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയെ ഖുർആൻ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. കല്ലാ ഇദാ ബലഗതി തറാഖി, അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇദാ ബലഗതി തറാഖി, മരണരംഗം വളരെ ഭീകരമാണ്. ഇദാ ബലഗതി തറാഖി, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, വഖീല മൻ റാഖ്, അതായത് മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ മന്ത്രിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണം നടക്കും. ഇതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം, ഈ സത്യനിഷേധികളുടെ ആത്മാവ് പിടിക്കാൻ മലക്കുകൾക്ക് പോലും വെറുപ്പും അറപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം ആരാണ് ഈ ആത്മാവിനെ എടുത്തു കൊണ്ടുപോവുക എന്ന് പറയുമ്പം ശിക്ഷയുടെ മലായിക്കത്തുകൾ വന്ന് ആത്മാവിനെ പിടിച്ച് കൊണ്ടുപോകുന്ന രംഗമാണെന്ന് ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വദന്ന അന്നഹുൽ ഫിറാഖ്, അങ്ങനെ ഇത് തൻ്റെ വേർപാടാണ്, വിട പറയലാണെന്ന് ഓരോരുത്തരും ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ, അതായത് മരണത്തിന് കീഴടങ്ങി എന്ന് ഓരോരുത്തരും ഉറപ്പിച്ചു കഴിഞ്ഞാൽ മലക്കുൽ മൗത്തിനെ കാണുമ്പോഴുള്ള തൻ്റെ കുടുംബത്തെയും സന്താനത്തെയും വീട്ടുകാരെയും മറ്റെല്ലാ സമ്പാദ്യത്തെയും വിട്ടേച്ചു പോകേണ്ട സമയമായി എന്ന് അവൻ ഉറപ്പിക്കുന്ന ഒരു അവസ്ഥ. അതായത് എല്ലാ ദുഃഖവും ഒരേ സമയം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. അവിടെയാണ് മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ മരണ ഭീതിയെക്കുറിച്ച് ഖുർആൻ ഇവിടെ പറയുന്നത്. അതായത് അവൻ്റെ ഒരു കാല് മറ്റേ കാലുമായിട്ട് കൂട്ടിപ്പിണയുകയും ചെയ്താൽ, അതായത് കാലുകൾ പരസ്പരം വിടർത്തി വെക്കാൻ പറ്റാത്ത വിധം അവൻ നിസ്സഹായകനാവും. അതായത് കാല് പോലും ഒന്ന് ഉയർത്താൻ കഴിയൂല. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ ആ സമയത്ത് മനുഷ്യന് പരിഭ്രമിച്ചുകൊണ്ട്, നമുക്കൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അപകടം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ പേടി സംഭവിക്കുമ്പോൾ, ഭയമുണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയാണ് ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നത്. ഏതായാലും ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നത്തെ ദിവസം തങ്ങളുടെ രക്ഷിതാവിലേക്കായിരിക്കും ഓരോരുത്തരും മടങ്ങുക. അതുകൊണ്ട് തന്നെ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അവൻ വിശ്വസിച്ചിട്ടില്ല, അവൻ നിസ്കരിച്ചിട്ടുമില്ല. അതായത് സത്യനിഷേധികളെ കുറിച്ചാണ് പറയുന്നത്. വലാകിൻ കദ്ദബ വതവല്ല, മറിച്ച് അവൻ കളവാക്കി, വിശ്വസിച്ചിട്ടില്ല എന്നല്ല, അവൻ കളവാക്കി, എന്നിട്ട് അവൻ മാറി നിന്നു. അതായത് ഈ ഒരു ഇസ്ലാമിൽ നിന്നും മാറി നിന്നു. സുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതമത്ത, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ പരിശുദ്ധ ദീനിൻ്റെ വെള്ളി വെളിച്ചവുമായിട്ട് പ്രവാചകർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ സ്വീകരിക്കാതിരിക്കുക എന്നതിനെ ഒരു അഭിമാനമായി കണ്ടു. അതാണ് സുമ്മ ദഹബ ഇലാ അഹ്ലിഹി, പിന്നീട് കുടുംബക്കാരിലേക്ക് യതമത്ത, ദുരഭിമാനിയായി കൊണ്ട് തിരിച്ചു മടങ്ങി. അങ്ങനെയുള്ള ആളുകളുടെ കാര്യം ആണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ, അതായത് ഇങ്ങനെ ധിക്കരിച്ച ആളുകൾക്ക്, ധിക്കാരം പ്രവർത്തിച്ചവർക്ക് ലഭിക്കേണ്ട ശിക്ഷ തന്നെയാണ് അള്ളാഹു ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടും അർഹിക്കുന്നവരാണ് എന്നാണ് ഈ 4 ഔലാലക്കയുടെ ഉദ്ദേശ്യം. ഖുർത്തുബി റളിയല്ലാഹു അൻഹ ഇവിടെ പറയുന്നത് താക്കീദിനുമേൽ താക്കീതാണ്. അതായത് ഔലാലക ഫൗല സുമ്മ ഔലാലക ഫൗല എന്ന് പറയുന്നത് ഈ ആളുകൾ സത്യനിഷേധികൾ, അതായത് അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ചെയ്ത 4 കാര്യങ്ങൾ, ആ 4 തെറ്റുകൾക്കുള്ള 4 താക്കീതാണ്. ഒന്ന്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന സത്യത്തെ അവർ നിഷേധിച്ചു. രണ്ടാമത്തത്, നിസ്കാരം ഉപേക്ഷിച്ചു, ഫലാ സ്വദ്ദഖ വലാ സ്വല്ല. മറ്റൊന്ന്, അവർ നിസ്കരിച്ചിട്ടില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കളവാക്കി. അതായത് വലാകിൻ കദ്ദബ, റസൂലുള്ളാഹി തങ്ങളെ കള്ളനാണെന്ന് പറഞ്ഞു. വതവല്ല, അങ്ങനെ അള്ളാഹുവിൽ നിന്നും അവർ പിന്തിരിഞ്ഞു. ഈ 4 കുറ്റങ്ങൾ ചെയ്തതുകൊണ്ടാണ് 4 തവണ ആവർത്തിച്ചു പറഞ്ഞത്.
അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. അതുകൊണ്ട് മനുഷ്യനെ വെറുതെ അങ്ങ് വിട്ടേച്ച് കളയും, അല്ലെങ്കിൽ വെറുതെ വിടും. നമ്മുടെ ഇവിടെയുള്ള കോടതികളും മറ്റൊക്കെ പ്രതികളെ വെറുതെ വിടുന്നത് പോലെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അവസാനമായിട്ട്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ. അതേ, ഗർഭാശയത്തിൽ നിങ്ങൾ സ്രവിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു കേവലം ഒരു ബിന്ദുവായിരുന്നില്ല. നുതുഫത്തൻ, ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ല. മിൻ മനിയുംന, അതായത് തെറിക്കപ്പെടുന്ന സ്ഖലിക്കപ്പെടുന്ന ആ ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ല മനുഷ്യ നീ. ثم كان علقة فخلق فسوى. പിന്നീട് അതിനെ ഒരു രക്തപിണ്ഡമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല. സൈക്കോട്ടും മറ്റുമൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അങ്ങനെ സിദ്ധാന്തമാക്കി, അങ്ങനെ പിന്നെ അതൊരു മാംസക്കട്ടയാക്കി, പിന്നീട് അതിനെ എല്ലുകൊണ്ട് പൊതിഞ്ഞു, വീണ്ടും അതിനെ മാംസക്കട്ടയാക്കി. ഇങ്ങനെ രൂപപ്പെടുത്തിയ മനുഷ്യനെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, അലം യക്കു സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ. നിങ്ങളൊരു രക്തപിണ്ഡമായിരുന്നു, എന്നിട്ട് അള്ളാഹു ഒരു മനുഷ്യനാക്കിയിട്ട് നിങ്ങളെ രൂപപ്പെടുത്തിയില്ലേ. ഫജഅല മിൻഹു الزوجين الذكر والأنثى. അതിൽ നിന്നും മനുഷ്യനെ ആണ് പെണ്ണ് എന്നിങ്ങനെ രണ്ട് ലിംഗങ്ങളാക്കിയിട്ട് ഈ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എതിർലിംഗത്തോട് ആകർഷണീയത നൽകിയിട്ട് അള്ളാഹു നിങ്ങളെ ഇവിടെ സംവിധാനിച്ചില്ലേ. ആ റബ്ബിൻ്റെ ചോദ്യമാണ് ഇനി സത്യനിഷേധികളോട്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. അങ്ങനെയുള്ള റബ്ബിന്, അള്ളാഹുവിന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? ഒന്നുമില്ലാതെ, ഒരു പ്ലാനുമില്ലാതെ, ഒരു ഡിസൈനും ഇല്ലാതെ, ഒരു മുൻധാരണയും ഇല്ലാതെ ശൂന്യതയിൽ നിന്നും മനുഷ്യനെ പഠിച്ച റബ്ബിന് നുരുമ്പിയ എല്ലുകളിൽ നിന്നും നശിച്ചുപോയ, അതല്ലെങ്കിൽ മരണപ്പെട്ട മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് പ്രയാസകരമാണോ? ഖുർആൻ ചോദിക്കുകയാണ്. ഈ ആയത്ത് ഓതി കഴിയുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ ബലാ എന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പറയൽ പ്രത്യേകം പോരിശയുണ്ട്. അതായത് മുത്ത റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചു, അതെ അള്ളാഹുവിന് കഴിവുള്ളവനാണ്, അവൻ പുനർജന്മം സാധ്യമാണ്. ആ പുനർജന്മ ദിവസം സത്യവിശ്വാസികൾക്ക് വിജയവും സത്യനിഷേധികൾക്ക് പരാജയ നാളുമാണ് എന്ന് ഖുർആൻ ഉണർത്തിത്തരികയാണ്. അള്ളാഹു ഈ ഒരു പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രകാരം ജീവിച്ച് സത്യവിശ്വാസിയായി മരിക്കാൻ, അങ്ങനെ പുനരുദ്ധാന നാളിൽ, ഖിയാമത്ത് നാളിൽ മുഖം പ്രകാശിപ്പിക്കുന്ന വുജൂഹി യൗമൈദിൻ നാദിറ, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന മുഖപ്രസന്നതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.